സംവിധായകൻ ശ്രീ ശ്യാമപ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശ്യാമപ്രസാദ്, മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ ഒരു നിമിഷമാണ് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ഈ ഒരു സമയത്ത് അങ്ങ് എങ്ങനെയാണ് ആ സന്തോഷം പങ്കുവെക്കുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. മോഹൻലാലിന് ഇത്രയും വലിയ ഒരു പുരസ്കാരം കിട്ടുന്നത് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു പുരസ്കാരം മലയാള സിനിമ അംഗീകരിക്കപ്പെടുന്നത് പോലെ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ഇന്ത്യയിലെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ ശാഖയാണ് മലയാള സിനിമയുടേത്. അതിൻ്റെ ഒരു നായകൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കലാകാരൻ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സിനിമാ ബഹുമതി അർഹ എന്നുള്ളത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സൈറ്റേഷനിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തലമുറകളെ സ്വാധീനിക്കുന്നതാണ് എന്നൊരു സൈറ്റേഷൻ ഉണ്ട്. നമുക്ക് തന്നെ അത് നേരിട്ടറിയാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ തലമുറയിലെ ആളുകൾക്കായാലും ഏറ്റവും പുതിയ തലമുറയിലെ ആളുകൾക്കായാലും ഒക്കെ ഏറ്റവും പ്രിയങ്കരനായ താരം എന്ന് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായി ലാലേട്ടൻ എന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു കുടുംബത്തിൽ എത്ര തലമുറകൾ അങ്ങനെ. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം മലയാള സിനിമയിൽ കഴിഞ്ഞൊരു അരനൂറ്റാണ്ടോളമായി അദ്ദേഹം സജീവമായി തന്നെയുണ്ട്. അങ്ങനെ കൊമേഴ്ഷ്യലി പോലും വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത്, ഏറ്റവും നന്നായി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു വലിയ പുരസ്കാരം കൂടി എത്തുന്നത്. അതെ, തീർച്ചയായും. കാരണം ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലും ഏത് തരത്തിലുള്ള ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു കലാകാരനാണ് ശ്രീ മോഹൻലാൽ. അപ്പൊ അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടും അതിനോടൊപ്പം ഒക്കെ സഞ്ചരിക്കാൻ സാധിച്ച ഒരു കലാകാരൻ, ഒരു മെയ്വഴക്കമുള്ള കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തീർച്ചയായും ഈ വലിയ പുരസ്കാരം അർഹിക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ ശ്യാമപ്രസാദ് പ്രതികരിച്ചതിന്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു. 21 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുരസ്കാരം കേരളത്തിൻ്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തുന്നത്. അത് നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിലൂടെ